ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ബർത്ത്ഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പെരുന്നാളോ നോമ്പോ എന്തോ ആയിക്കോട്ടെ, എന്ത് ആഘോഷം ഉണ്ടെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു മധുരം കൊടുക്കൽ അല്ലെങ്കിൽ മധുരം കഴിക്കൽ എന്നൊരു പരിപാടിയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പാലും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു 1/2 ലിറ്റർ പാലെടുക്കണം. ഫുൾ ഫാറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടികട്ടിയുള്ളൊരു പാത്രത്തിലാവണമെന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ബൗളിലോട്ട് 1/2 ഗ്ലാസ് പാൽ ഞാൻ വേറെ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു പൗഡർ ചേർത്ത് കൊടുക്കണം. അത് കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് അടുത്തുള്ള ഏത് ഷോപ്പിലും ഇപ്പോൾ കിട്ടുന്ന ഒരു പൗഡർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 ടേബിൾ സ്പൂണോളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം ഭയങ്കര തിക്നെസ്സിലല്ല ഞാൻ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. നല്ല തിക്നെസ്സിന് വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്നാലാണ് നല്ല തിക്നെസ് ഉണ്ടാകത്തുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ലൂസായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ആ ഒരു പാലിൽ മിക്സ് ചെയ്ത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 3/4 ഗ്ലാസോളം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ പാലിൻ്റെ പാത്രം ഗ്യാസിലോട്ട് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തിളയ്ക്കണമെന്നൊന്നുമില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് മിക്സ് ഒഴിക്കുന്നതിന് മുന്നേ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇനി പാല് നമ്മൾ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ഡ്രോപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുത്തേച്ചാലും മതി. ഏത് ഐസ്ക്രീം വേണമെങ്കിലും ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വാനില എസൻസ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഐസ്ക്രീം വേറെ എക്സ്ട്രാ ചേർക്കുന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്യുവാണ്. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ. അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതൊന്ന് ചൂടാറ്റി എടുക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി അല്ല, ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്നെസ് ആവും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലൊന്ന് കുതിർത്താനായിട്ട് വെക്കാം. അളവൊന്നും ഇത്രയൊന്നും ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വേണം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. ഞാനിവിടെ മാതളം, മാംഗോ, അതുപോലെ തന്നെ ചെറുപഴവും ആപ്പിളും അതുപോലെ തന്നെ നട്ട്സിൻ്റെ ഇതിൽ ബദാമുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മാംഗോയും പഴവും നിങ്ങൾ മിസ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ മാതളവും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൽ കഴിക്കാനൊക്കെ ആയിട്ട്. ആ ഒരു മാതളമൊക്കെ കടിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നട്ട്സ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഞാൻ ബദാമാണ് ചേർത്തേക്കണം. അതും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതായത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു കസ്റ്റേർഡ് മിക്സ് ചൂടാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിത് ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം ഒരു 2-3 അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ആ ഒരു ഫ്രൂട്ട്സൊക്കെ അതിൽ കിടന്നിട്ട് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ തന്നെ കഴിക്കുന്നതിലും ടേസ്റ്റ് പിറ്റേന്ന് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തലേന്ന് നമുക്കിത് തയ്യാറാക്കി വെക്കാവുന്നതാണ്. അത്രയും സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു, ടാറ്റാ, ബൈ.